ഹലോ വെൽക്കം ടു CS ഓൺലൈൻ എഡ്യൂക്കേഷൻ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് BCA സിലബസിനെ ബേസ് ചെയ്തിട്ട് 5th സെമസ്റ്ററിൽ വരുന്ന ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ലെക്ചർ സീരീസാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ആകെ 5 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് മുതൽ അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യണം. ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്താണ്, അതിൽ വരുന്ന സിലബസിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ 1-2 ടോപ്പിക്കും ഇന്ന് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ജാവ പ്രോഗ്രാമിങ്ങിൽ 5 യൂണിറ്റാണ് നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റിലെ സിലബസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ഇൻട്രൊഡക്ഷൻ ടു OOPS, characteristics of OOPS, object oriented languages, comparison between procedural and object oriented programming, basic principles of object orientation. അതിൽ വരുന്നതാണ് ക്ലാസ്, ഒബ്ജക്റ്റ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, മോഡുലാരിറ്റി, മെസ്സേജ് പാസിംഗ്. അടുത്തൊരു സെക്ഷനാണ് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ. അതിൽ വരുന്നതാണ് ആട്രിബ്യൂട്ട്സ്, സ്റ്റേറ്റ്, ഐഡൻറ്റിറ്റി, ഓപ്പറേഷൻ, ബിഹേവിയർ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്കിതിലെ ഓരോ സെക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടു, ഒന്നാമത്തെ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് എന്ന് കണ്ടു. ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാം ഒബ്ജക്റ്റ് ആണ്. കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമതായി പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. വാട്ട് ഈസ് ഒബ്ജക്റ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ജാവ ലെക്ചർ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ജാവയിൽ എവിടെ നോക്കിയാലും ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്, ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, അത് കൃത്യമായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കി എല്ലാ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. സോ നമുക്ക് ഇതിലെ ആദ്യം വരുന്ന സെക്ഷൻ, ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം വരുന്ന സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു OOPS. അപ്പോൾ ആ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മീൻസ് വി ഓർഗനൈസ് അവർ സോഫ്റ്റ്വെയർ ആസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ബോത്ത് ഡാറ്റ ആൻഡ് ബിഹേവിയർ. വളരെ സിമ്പിളാണ്. നമ്മൾ സോഫ്റ്റ്വെയറിനെ ഓർഗനൈസ് ചെയ്യുന്നു. വി ഓർഗനൈസ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ കോമ്പിനേഷനാണ് ശരിക്കും എന്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഒബ്ജക്റ്റ്? അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. സോഫ്റ്റ്വെയർ, അതായത് വി ഓർഗനൈസ് അവർ സോഫ്റ്റ്വെയർ ആസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ബോത്ത് ഡാറ്റ ആൻഡ് ബിഹേവിയർ. അതായത് ഒബ്ജക്റ്റിൽ ഡാറ്റയും ഉണ്ടാവും ബിഹേവിയറും ഉണ്ടാവും. ഇപ്പോൾ ഡാറ്റ ഉണ്ടാവും അല്ലെങ്കിൽ ഫങ്ഷൻ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും അല്ലെങ്കിൽ മെത്തേഡ് ഉണ്ടാവും, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഈ ഡാറ്റയും ബിഹേവിയറും എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഒബ്ജക്റ്റ് പറയുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു സോഫ്റ്റ്വെയറിനെ. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്ജക്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഡാറ്റ ഉണ്ടായിരിക്കും, ബിഹേവിയർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്. OOPS ഈസ് എ മെത്തഡോളജി ദാറ്റ് സിംപ്ലിഫൈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ബൈ പ്രൊവൈഡിങ് സം റൂൾസ്. അപ്പോൾ സിംപ്ലിഫൈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്, അതാണ് അവിടുത്തെ പോയിന്റ്. ബൈ പ്രൊവൈഡിങ് സം റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയും. അതുതന്നെയാണ് റൂൾസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നു. ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസി ആവുന്നു, സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഈസി ആവുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ,
അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തഡോളജിയാണ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ നല്ല മെത്തഡോളജിയാണെന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. പോയിന്റ് നോക്കാം. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ടു ഇൻക്രീസ് ദ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മെയിൻറ്റെയിനബിലിറ്റി ഓഫ് പ്രോഗ്രാംസ്. പ്രോഗ്രാമിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോർ ഫ്ലെക്സിബിൾ ആണ്, മോർ മെയിൻറ്റെയിനബിൾ ആണ്. അങ്ങനെ ആയിരിക്കും പ്രോഗ്രാമൊക്കെ. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെത്തഡോളജി ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും, മോർ മെയിൻറ്റെയിനബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് ഒരു ബേസിക് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പറയുന്ന സമയത്ത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. സം ഓഫ് ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒന്നാമത്തെ ഫീച്ചർ പറയുന്നത് എംഫസൈസ് ഓൺ ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ പ്രൊസീജിയറിനല്ല ഇമ്പോർട്ടൻസ്, ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംഫസൈസ് ഓൺ ഡാറ്റ, ഡാറ്റയ്ക്കാണ് ഊന്നൽ നൽകുന്നത്, റാദർ ദാൻ പ്രൊസീജിയറിനേക്കാളും. അപ്പോൾ ഡാറ്റയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രൊസീജിയർ അല്ല. നമ്മൾ സി ലാംഗ്വേജ് ഒക്കെ പഠിച്ചതാണ്, സി. അതിലൊക്കെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്, അവിടെ പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, അവിടെ ഡാറ്റ, എംഫസൈസ് ഓൺ ഡാറ്റയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഒബ്ജക്ട്സ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫങ്ഷൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റാണ്. ഓക്കെ, ഒബ്ജക്റ്റാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ക്ലാസ് അല്ല. ക്ലാസ്സും ഒബ്ജക്റ്റും പറയുമ്പോൾ മനസ്സിലാവും, ക്ലാസ് അല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റാണ്. ഇനി മൂന്നാമത്തത്, ന്യൂ ഫങ്ഷനാലിറ്റി ക്യാൻ ബി ഈസിലി ഡെവലപ്ഡ് ബൈ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവും. ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയ ഫങ്ഷനാലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു, ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അതൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. അടുത്തത്, ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഇപ്പോൾ ഡാറ്റ ഹിഡൻ ആണെന്ന് പറയുന്നത് ഇവിടെ മോർ സെക്യൂർ ആണ്. ശരിക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സെക്യൂരിറ്റി കൂടുതലാണെന്ന് പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പല ആളുകൾക്കും അറിയാൻ സാധ്യതയുണ്ട്, C++ ഒക്കെ പഠിച്ചവർക്ക് അറിയാം. അതായത് പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. അപ്പോൾ നമ്മളൊരു ഡാറ്റ പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ഫങ്ഷൻസിന് ആക്സസ് ചെയ്യാൻ പറ്റൂല. സോ ഇറ്റ് ഈസ് ഡാറ്റ ഹിഡൻ. അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ ഫങ്ഷൻസിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്തു വെക്കാം. അങ്ങനെയുള്ള ആക്സസ് സ്പെസിഫയർ ഉണ്ട്. ശരിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും പ്രൊസീജിയർ ഓറിയൻറ്റഡും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ശരിക്കും അതാണ്. നമുക്ക് അതിലേക്ക് വരാം. അടുത്ത പോയിന്റ്, ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച് ഇൻ പ്രോഗ്രാം ഡിസൈൻ. ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ശരിക്കും നമ്മളെ സി ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ടോപ്പ് ഡൗൺ ആണ്, പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഊപ്സ് ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഊപ്സ്, അല്ലെങ്കിൽ ഊപ്സ് കോൺസെപ്റ്റ്സ്. ഏത് ഹെഡിങ് വേണമെങ്കിലും, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഊപ്സ് കോൺസെപ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, മോഡുലാരിറ്റി, മെസ്സേജ് പാസിംഗ്. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബേസ്ഡ് ഓൺ ജാവ പ്രോഗ്രാമിംഗ്. ഇവിടെ നമ്മൾ ഊപ്പ് ഡിസ്കസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ജാവയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്. ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്ലാസും ഒബ്ജക്റ്റും ആണ്. ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ദി ബേസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് നമുക്കറിയാം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻ ഇതാണ്: റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ദാറ്റ് ഹാസ് ദെയർ ഓൺ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ്. ഇപ്പോൾ റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. അപ്പം റിയൽ വേൾഡിലുള്ള എല്ലാ എൻറ്റിറ്റിയും ഒബ്ജക്റ്റ് ആണ്. ബട്ട് അവിടെ പറയുന്നത് എന്താണ്? ദെയർ ഓൺ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഓരോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നെയിമുണ്ട്, നമുക്ക് കളറുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നെയിമുണ്ട്, നമുക്ക് കളറുണ്ട്, നമുക്ക് ഹൈറ്റ് ഉണ്ട്.
ഇതെല്ലാം ഓരോ പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ വേരിയബിൾസ്, അല്ലെങ്കിൽ ഡാറ്റ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് അതിൻ്റെ കൂടെ ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നടക്കാൻ പറ്റും, നമുക്ക് വായിക്കാൻ പറ്റും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതെല്ലാം ബിഹേവിയേഴ്സാണ്, അല്ലെങ്കിൽ ടാസ്ക്സ് പെർഫോംഡ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ, അല്ലെങ്കിൽ എന്താണ്, ജാവയിലാണെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയും, നമ്മളല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയും, ഫങ്ഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ബിഹേവിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കിയോ. ആൻ ഒബ്ജക്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് മെമ്പർ ഫങ്ഷൻസ്. സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റ മെമ്പേഴ്സ്, ഈ ഡാറ്റ മെമ്പേഴ്സാണ് നെയിം, കളറ്, ഹൈറ്റ്, ഇതെല്ലാം. ദെൻ അസോസിയേറ്റഡ് മെമ്പർ ഫങ്ഷൻ, അതാണ് വാക്ക്, റീഡ്, ഈറ്റ്. നമുക്ക് എക്സാമ്പിളിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ദെൻ അടുത്തത്, ഈച്ച് ഒബ്ജക്റ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ യുണീക്ക് നെയിം. ഓരോ ഒബ്ജക്റ്റിനും ഓരോ നെയിം ഉണ്ടായിരിക്കും, അത് യുണീക്ക് ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിൻ്റെ പേര് മറ്റൊരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കില്ല, എല്ലാം യുണീക്ക് ആയിരിക്കും. ദെൻ ഈച്ച് ഒബ്ജക്റ്റ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എ പർട്ടിക്കുലർ ക്ലാസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ മെമ്പർ ആയിരിക്കും. വെറുതെ ഒരു ഒബ്ജക്റ്റിന് എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. ഒരു ക്ലാസ് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് ഒബ്ജക്റ്റ് ഉണ്ടാവും, അല്ലാണ്ട് വെറുതെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ഒബ്ജക്റ്റ് ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം? ക്ലാസ് വേണം. അതാണ് ഒബ്ജക്റ്റ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എ പർട്ടിക്കുലർ ക്ലാസ്. ദെൻ അടുത്തൊരു പോയിന്റ്, ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഈ ഒരു ഡയഗ്രം ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ക്ലാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ക്ലാസ് എന്ന് കൂടെ നോക്കാം. ദെൻ നമുക്ക് മൊത്തത്തിലുള്ള എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലാസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഒബ്ജക്റ്റ് ഫോളോസ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ശരിക്കും. ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഒബ്ജക്റ്റ് ഫോളോസ്. അപ്പോൾ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോടൈപ്പാണ്, ഒരു ബ്ലൂ പ്രിൻ്റാണ്, ഒരു മോഡലാണ് ശരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ n നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവാം. പല സമയത്തായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈവക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ക്ലാസ്സിൽ n നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാവാം. കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ് ദാറ്റ് ആർ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് വൺ ടൈപ്പ്. അപ്പോൾ അവിടെ എന്താണ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ്? അത് കോമൺ ടു ഓൾ ഒബ്ജക്ട്സ്. അപ്പോൾ ഒരു ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെല്ലാം കോമൺ ആണ്. പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ് അതിനെല്ലാം കോമൺ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് n നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവാം. ആ n നമ്പർ ഓഫ് ഒബ്ജക്റ്റിനൊക്കെ ഈ ഒരു മെത്തേഡ്സ് ഓർ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ദെൻ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോ. എ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്, കോമൺ ബിഹേവിയർ ആൻഡ് ഷെയർഡ് റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞ തന്നെയാണ്, കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കും? പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ്, എല്ലാ ഒബ്ജക്റ്റിനും ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനുള്ള പ്രോപ്പർട്ടീസ് എല്ലാ ഒബ്ജക്റ്റിനും കിട്ടും. അപ്പോൾ ഷെയർഡ് റിലേഷൻഷിപ്പ് എല്ലാത്തിനും ഉണ്ടാവും, കോമൺ ബിഹേവിയർ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത്, വൺസ് ദ ക്ലാസ് ഈസ് ഡിഫൈൻഡ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് ദാറ്റ് ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത്, ക്ലാസ്സസ് ആർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ഒരു ക്ലാസ്സാണ്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. അപ്പോൾ അവിടെ നെയിം, റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ജോയിനിങ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് പറയാം? വേരിയബിൾസ് അല്ലെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഇൻകോർപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ എന്നാണ്. ഇതാണ് പ്രോപ്പർട്ടീസ് ശരിക്കും. ഇനി അടുത്തത് റീഡ്, റൈറ്റ്, അതൊക്കെ അതിൻ്റെ ഫങ്ഷൻസ് ആണ്, ആക്ഷൻസ് ആണ്, ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റുഡൻറ്റിന് വായിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയും ജാവയിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഡാറ്റ ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, മെമ്പർ ഫങ്ഷൻ ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലാസ് ആണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഒബ്ജക്റ്റ്? ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഈ ക്ലാസ്സിലെ വിഷ്ണു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കാം, ഒരു ഒബ്ജക്റ്റ് ആണ്. അതേപോലെ സഹൽ, സമാൻ ഈ ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് ആണ്.
ഇനി ആദിത്യദാസ് മറ്റൊരു ഒബ്ജക്റ്റ് ആണ്. ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ക്ലാസ്സിന് n നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതേപോലെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മളെല്ലാം ഓരോ മനുഷ്യരും ഓരോ വ്യക്തിയും എന്താണ് അതിലെ ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായല്ലോ എന്താണ് ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ള വ്യത്യാസം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് കാറിനെ എടുക്കുന്നു. കാർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ വേരിയബിൾസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് സ്പീഡ് വെയിറ്റ് പ്രൈസ് ഇതെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ഇനി അതിലെ ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. ഗിയർ ചേഞ്ച്, സ്ലോ ഡൗൺ, മൂവ്, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എന്തായിരിക്കും നിങ്ങൾ പറയാം. ഇപ്പോൾ ഫോർഡിൻ്റെ ഫിഗോ എന്ന് പറയുന്ന കാർ അത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി മറ്റൊരു ഒബ്ജക്റ്റ് ഹ്യുണ്ടായിയുടെ i20 ഇതിന് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഇപ്പം മാരുതിയുടെ കാറുകളെല്ലാം എന്തായിരിക്കും ഇതിൻ്റെ ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ് എന്താണ് മനസ്സിലാക്കുക. ദെൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ബേർഡ് എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ബേർഡ് ഒരു ക്ലാസ് ആണെങ്കിൽ ആ ബേർഡിന് കളർ ഉണ്ടാവും, ആ ബേർഡിന് നെയിം ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയാം. ഇനി ആ ബേർഡിന് പറക്കാൻ പറ്റും, ആ ബേർഡിന് ഡ്രിങ്ക് കുടിക്കാൻ പറ്റും. ഇതെല്ലാം അതിൻ്റെ നമുക്ക് മെമ്പർ ഫങ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് ആയിട്ട് പറയാം. അപ്പോൾ ബേർഡ് ഒരു ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഏതിനെ പറയാം. ഇപ്പോൾ പാരറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അതേപോലെ ക്രൗ എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റാണ്. ഇതെല്ലാം ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പം ബേർഡ് ഒരു ക്ലാസ് ആണെങ്കിൽ പാരറ്റ്, ക്രൗ ഇതെല്ലാം ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും എക്സാമ്പിളും ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ബേസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ക്ലാസ്സും ഒബ്ജക്റ്റും ആണ്. ഇനി ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ്സിൽ 2 വേരിയബിൾ ഉണ്ട്, int a char b. അപ്പോൾ ഈ ഒരു ക്ലാസ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മെമ്മറി അലൊക്കേഷനും ആ ഡാറ്റ ആക്സസ് ചെയ്യലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഒരു ക്ലാസ്സിന് n നമ്പർ ഓഫ് ഒബ്ജക്റ്റ്, ഇവിടെ ഇപ്പോൾ ഞാൻ 3 ഒബ്ജക്റ്റ് ആണ്, n നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവാം. ഇപ്പോൾ ഇവിടെ int a char b എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒന്നാമത്തെ ഒബ്ജക്റ്റിനും രണ്ടാമത്തെ ഒബ്ജക്റ്റിനും മൂന്നാമത്തെ ഒബ്ജക്റ്റിനും ഒക്കെ ഇത് കിട്ടും. ഇവിടെയാണ് ഈ ബോക്സ് വരച്ചതാണ് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ മനസ്സിലാക്കി പോയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ബേസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനം ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് ഇനി വരാനുള്ള കോൺസെപ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.